വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ലൈറ്റിന്റെ നല്ല കുറവുണ്ട് ഈ വീട്ടിലും. ഏത് സൈഡിലാണെങ്കിലും ലൈറ്റ് ഭയങ്കര ഡിം വാം ലൈറ്റ് ആണ്. സോ നമ്മൾ ലൈറ്റ് വാങ്ങി, JB Hi-Fi എന്ന് പോയിട്ട് ലൈറ്റും വാങ്ങി. പിന്നെ ഫോൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി ട്രൈപോഡും ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള ട്രൈപോഡ്, അങ്ങനെ 2 ട്രൈപോഡ്സും വാങ്ങിയിട്ടുണ്ട്. സോ നമുക്കത് ഫിക്സ് ചെയ്യാം. ഹലോ, നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി ക്യാമാട്ടിന്ന് മേടിച്ചൊരു $25 ട്രൈപോഡാണ്. ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കൊള്ളാം, തീരെ വെയിറ്റും ഇല്ല, കൊള്ളാൻ തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ട്രൈപോഡ് വാം ലൈറ്റ് അല്ല RGB ലൈറ്റിന് വേണ്ടിയിട്ടുള്ളത്. അത് നമുക്ക് ആ ട്രൈപോഡ് കൂടെ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് അതൊന്ന് സെറ്റ് ചെയ്യാം. ലൈറ്റ് ഒന്ന് ഫിക്സ് ആവുമെന്നാണ് അവരോട് പറഞ്ഞത്. നോക്കാം. ഇതൊരു $35 ട്രൈപോഡാണ് JB Hi-Fi എന്ന് മേടിച്ചത്. കുറച്ചും കൂടെ ഹെവി ആണെന്ന് തോന്നുന്നു, പക്ഷെ അതിൻ്റെ കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ട്രൈപോഡ്. ട്രൈപോഡും സെയിം തന്നെ ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു ഹൈറ്റ് തന്നെയാണ്. രണ്ടും ഏകദേശം ഓക്കെയാണ്. സെയിം ഹൈറ്റ് അല്ലേ? ഇത് ഫോൺ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. കാരണം ഇതിൽ നമ്മൾ ഫോൺ ഇവിടെ ആയിട്ടാണ് വെക്കുക. ഇതിൽ എന്തെങ്കിലും വേറെ മെക്കാനിസം ഉണ്ടോയെന്ന് ഇങ്ങനെ ആണെന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ ട്രൈപോഡ് എല്ലാം കൂടെ കുറച്ച് ഹാൻഡിയാണ് ഈ സംഭവം. നമ്മൾ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഫോൺ ഹോൾഡ് ചെയ്യാം. നമുക്കിത് മടക്കി ഇതിൻ്റെ കുറച്ചുകൂടി ക്വാളിറ്റി തോന്നുന്നുണ്ട്, ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ JB Hi-Fi എന്ന് മേടിച്ച ട്രൈപോഡിൻ്റെ ബോക്സ്. ഈ ബോക്സിൽ ഈ സംഭവം വളരെ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. ഇതിൽ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല, എല്ലാം ഇതിൽ തന്നെയുണ്ട്. കൊള്ളാം. പക്ഷേ $25 ട്രൈപോഡിന് ഒരു ബാഗ് കൊടുക്കുന്നുണ്ട് ക്യാമാട്ടിന്ന്. ബാങ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അവർ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ചും കൂടെ എക്സ്ട്രാ സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ക്യാമറ മൗണ്ട് ചെയ്യാനുള്ളതാണ്. ഇതിനൊരു ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട്. നമ്മളിതിൽ വെച്ചിട്ട് ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. ബാറ്ററി മേടിക്കണം. പിന്നെ ഇതിവിടെ നമുക്ക് വെക്കാനായിട്ടുള്ള ഹോൾഡറും ഉണ്ട്. അപ്പോൾ ഈ ട്രൈപോഡ് നമ്മൾ ആക്ച്വലി മേടിച്ചത് ഫോൺ വയ്ക്കാനും ഇത് നമ്മൾ RGB ലൈറ്റ് വയ്ക്കാനും വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി RGB ലൈറ്റ് എടുത്തിട്ടുള്ള പരിപാടികൾ. ഈ സംഭവമൊക്കെ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി RGB ലൈറ്റ് ഞങ്ങളുടെ പ്ലാൻ ഇതല്ലായിരുന്നു. ക്യാമാട്ടിന്ന് തന്നെ ഉള്ളൊരു വാം ലൈറ്റ് മേടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് RGB ലൈറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഏകദേശം അവിടെ നിന്ന് നമ്മൾ പേശിപ്പിണങ്ങി ആ പ്രൈസിനാണ് കിട്ടിയത്. പക്ഷേ ക്യാമാട്ടിന്ന് കിട്ടുന്നതാണെങ്കിൽ അതിൽ ട്രൈപോഡും കൂടി ഉണ്ടാവും. ഇത് നമ്മൾ ട്രൈപോഡ് എക്സ്ട്രാ മേടിക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഓൾറെഡി ഞാൻ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ഇതിലെന്താണെന്ന് അറിയില്ല, നോക്കാം. മൊബൈൽ ഫോൺ ഹോൾഡ്. ഇതിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 2 കണക്ഷനാണ്. ഇതാണ് നമ്മുടെ RGB ലൈറ്റ്. കാരണം ഇത് ഇങ്ങനെയാണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് എവിടെ മൗണ്ട് ചെയ്യും എന്നുള്ളത് ഞാൻ അതൊന്ന് അഴിച്ചോട്ടെ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റിന്റെ കണ്ടെത്തി ടെക്നിക്ക്. ഇങ്ങനെ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് വേണം അഴിക്കാനായിട്ട്. നമ്മൾ ചുമ്മാ അഴിക്കുമ്പോൾ ചുമ്മാ ഈ ആക്സലിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം അഴിഞ്ഞു കിട്ടി. ഇനി ഇതഴിക്കാൻ പറ്റും.
ഇല്ല, അത് ഹൈറ്റ് കൂട്ടുന്ന. അപ്പോൾ ഈ സ്റ്റാൻഡ് ഒന്നും വെക്കാൻ പറ്റില്ല. എല്ലാ ചെക്കൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഈ സ്റ്റാൻഡ് അതിൽ വെക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, നമ്മുടെ ഒരു സ്റ്റാൻഡ് കൂടിയിട്ട് നല്ലൊരു ട്രൈപോഡും കൂടി നമ്മളപ്പോൾ ഇത് ഫോൺ വെക്കാനാക്കാം. മറ്റേ ട്രൈപോഡിൽ എന്തെങ്കിലും നടപടിയാവോ എന്ന് നോക്കാം. എന്തായാലും ലൈറ്റ് ഇതിൽ ഫിക്സ് ആവത്തില്ല അല്ലേ? ലൈറ്റ് വലിയ നടപടിയല്ല. പക്ഷെ നമ്മൾ 2 പർപ്പസിനായിട്ടാണ് 2 മേടിച്ചത്. അപ്പം നോക്കാം. ഇതിന് 2-3 അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട്. നമുക്ക് അത് വല്ലതും നടപടിയാവും നോക്കാം. ഓ, ലൈറ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ നമ്മൾ നടപടി നോക്കട്ടെ. ലൈറ്റിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആണിത്. അത് ഇതൊന്നൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വെറുതെ അവരെ കുറ്റം പറഞ്ഞു. അവർ പറഞ്ഞത് ശരിയായിരുന്നു, അത് കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ അറ്റാച്ച്മെന്റ് കണ്ടില്ല, സോറി. ഫോണും കൂടെ വെച്ചാ ഇത് ടൈറ്റ് ആക്കാൻ ഇല്ല, അത് ഫോണും കൂടെ വെച്ച് കഴിഞ്ഞത് നമ്മൾ ഫിക്സ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഒടിഞ്ഞു പോരും. ഫിക്സ് ചെയ്തിട്ടോ ഈ സ്റ്റാൻഡിൽ നടക്കൂല. നമ്മൾ നേരത്തെ പറഞ്ഞ തീരുമാനം ശരിയായിരുന്നു. ഇനി ഇത് നോക്കാം. ഇതിൻ്റെ കുറേ അറ്റാച്ച്മെന്റ് ഉണ്ട്. സ്റ്റേബിളാണ്. സ്റ്റേബിളാണ്. ഇത് കൂടുതൽ സ്റ്റെബിലിറ്റീന് വേറെ സ്റ്റാൻഡിൽ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഓക്കെയാണ്. USB പോർട്ട് പിന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ നമുക്കിതിനൊരു കണക്ടർ മേടിക്കേണ്ടി വരും. തൽക്കാലം ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഐശ്വര്യമായിട്ട് ലൈറ്റ് ഓൺ കർമ്മ. യെസ്. കൊള്ളാം. നമുക്ക് ഫോണിൽ ലൈറ്റ് ഒക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ക്യാമറ കൊള്ളാം. ഹായ്. അപ്പോൾ ഇനി ഇതിനെന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് മാക്സിമം ആണ്. മോഡ് ഓക്കെ. വാം ലൈറ്റ് ഉണ്ട്, വൈറ്റ് ലൈറ്റ് ഉണ്ട്. നമുക്ക് മാക്സിമം ആണ്. ഇനി ഏതാ? കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി RGB ലൈറ്റ് നോക്കാം. RGB ലൈറ്റിന് എന്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ മാത്രമേ സാധനം കിട്ടുന്നുള്ളൂ. ഇവിടെ ഇത് വർക്ക് ആവുന്നില്ല. നമുക്ക് അടിച്ചു പോയതാണോ ഇനി മോഡിൻ്റെ ആണോ നോക്കാം. മോഡ് വൈറ്റും വാമൊക്കെ നമുക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ RGB ഇടുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഒന്ന് കാറ്റലോഗ് നോക്കട്ടെ. സ്പെക്ട്രോ ഇതൊന്നും കിട്ടുന്നില്ല. കാരണം ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലെസ് ദാൻ ഹാഫ് RGB വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇതിങ്ങനെ
പോകുമ്പോൾ ഇവർ പറയുന്നത് കംപ്ലീറ്റ് സർക്കിൾ ചെയ്ത് വരണം എന്നാണ്. പക്ഷെ നമുക്ക് ഇവിടം വരെ സർക്കിളുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ ഇല്ല, പിന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പണിപാളി, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഇതിൻ്റെ വാം ലൈറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇന്ന് മേടിച്ച് ബാക്കി സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് തിരിച്ചു കൊടുക്കാന്ന്. എന്നിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. കാരണം നമുക്കത് 30 days എന്നാണ് പറഞ്ഞത്. 30 days റിട്ടേൺ പോളിസി ഉണ്ട്. ബോക്സ് ഇൻടാക്റ്റ് ആയിട്ട് വേണം പറഞ്ഞിട്ടുള്ളത്. ബോക്സ് ഇൻടാക്റ്റ് ആണ്, നമ്മളൊരു സാധനം നശിപ്പിച്ചിട്ടില്ല. പിന്നെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടായ മാത്രം തിരിച്ചു കൊടുക്കാന്നല്ല, നമ്മളത് മേടിച്ചിട്ട് നമ്മളതിൽ എന്താ പറയുക സംതൃപ്തനല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാന്നാണ് വിത്തിൻ 30 days. അപ്പോൾ സംതൃപ്തൻ ആണോ എന്നുള്ളതല്ല, പകുതി വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കാമല്ലോ. നമുക്ക് അടുത്ത ഇത് മേടിക്കാൻ. കാരണം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ 1-2 കമന്റ് കണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷെ ചിലർ അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ പൊട്ടയാണെന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കണ്ടല്ലോ എന്ന് കരുതി മേടിച്ചതാണ്. പക്ഷെ ആ ഒരാൾക്ക് കിട്ടിയ പണി നമുക്ക് പിന്നെയും കിട്ടി. ലൈറ്റ് ഓഫ് ചെയ്തന്നാ. അപ്പോൾ ഓക്കെ, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നാളെ തിരിച്ചു കൊടുക്കാം. നാളെ പറ്റില്ല, നാളെ ഡ്യൂട്ടി തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓഫ്.